കണ്ടില്ലേ നിങ്ങൾ നല്ല ടേസ്റ്റുള്ള നല്ല രുചിയുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നതിൽ എത്രയാണ് വിഷാംശങ്ങൾ പിടികൂടപ്പെടുന്നത്. മനുഷ്യൻ്റെ മസ്തിഷ്കവും അവൻ്റെ ചോരയും അവൻ്റെ മാംസവും അവൻ്റെ ലിവറും അവൻ്റെ കരളുമൊക്കെ വീക്കാകുന്ന തരത്തിൽ വിഷാംശങ്ങൾ ചേർത്തിട്ട് ടേസ്റ്റ് കൊഴുപ്പിച്ചിട്ട് വലിയ വലിയ സംഖ്യക്ക് വിൽക്കുമ്പോൾ ഈ വിൽപ്പനക്കാരൻ ഈ വിഷയത്തിൽ ഉൾപ്പെടുന്നില്ലേ? ഒരു ദിവസം 10, 20, 40 ലക്ഷങ്ങൾ അവൻ കൊയ്തെടുക്കുന്നത് വഞ്ചനാമുഖത്തിലൂടെയല്ലേ? ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ കാര്യങ്ങളും വിഷയങ്ങളും നമ്മൾ ഉൾക്കൊണ്ടേണ്ടതല്ലേ? അതുകൊണ്ട് ദുനിയാവിൻ്റെ ചതിയുടെ മുഖങ്ങളിൽ പെടരുത് സഹോദരങ്ങളെ. ലോട്ടറി വല്ലാത്തൊരു ചതിയാണ്, ലോട്ടറി വല്ലാത്തൊരു ചതിയാണ്. ഒരൊറ്റ മുസ്ലിമും അതിലേക്ക് കൈനീട്ടരുത്. ഭാഗ്യം പരീക്ഷിക്കാൻ എന്ന അർത്ഥത്തിൽ പോലും വാങ്ങിപ്പോകരുത്. കൂട്ടുകാരുടെ കൂട്ടം കൂടിയിട്ട് അവരെ കൂട്ടത്തിൽ പോലും ഒന്ന് നറുക്കെടുക്കരുത്. അഥവാ ആർക്കെങ്കിലും അങ്ങനെ അടിച്ചിട്ടതിൻ്റെ കഥ പറഞ്ഞ് ബാക്കിയുള്ളവരെ പറ്റിക്കരുത്. നഊദുബില്ലാഹ്. പഴയ കാലത്തുണ്ടായതിൻ്റെ പുതിയ പതിപ്പാണിത് എന്ന് മനസ്സിലാക്കണം. ഇത് വേറെ ഒന്നാണെന്ന് ചിന്തിക്കരുത്, പുതിയ പതിപ്പാണ്. മുൻഗാമികളിലും ഇതുണ്ടായിട്ടുണ്ട്. ഖുർആൻ അതല്ലേ അത് കടുത്ത ഭാഷയിൽ അത് വിരോധിക്കാൻ വർജിക്കാൻ പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, മദ്യപാനവും അതുപോലെ തന്നെ ചൂതാട്ടവും അതുപോലെ തന്നെ പന്തയവും അതുപോലെ തന്നെ ലക്ഷണം നോക്കുന്ന നാട്ടകൾ സ്ഥാപിക്കലും റിജ്സും മിൻ അമലിശ് ശൈത്വാൻ, പിശാചിന്റെ പ്രവണതകളിൽ പെട്ടതാണ്. ഫജ്തനിബൂഹു, നിങ്ങളത് വർജിക്കണേ. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുന്നവരാകാൻ വേണ്ടി. അല്ലാഹു തആല നമ്മളോടിത് ഉണർത്തുമ്പോ നിങ്ങൾ നോക്ക്, ഹലാലായ സമ്പത്ത് അതെത്ര വർദ്ധിപ്പിച്ചാലും വികസിപ്പിച്ചാലും ഇസ്ലാം അതിന് എതിരല്ല. അതേ സമയത്ത് ദുനിയാവിന് ഒരുപാട് വഞ്ചനാമുഖങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ നേർക്ക് നോക്കിയിട്ട് നല്ല സീനത്തോടെ നല്ല ചൊറുക്കോടെ നിൽക്കും. അതിൽ പെട്ടുപോകുന്നവൻ കുടുങ്ങിയവനാണ്, പെടാത്ത പോകുന്നവനോ മനസ്സ് നന്നാക്കിയവനാണ്, അകന്ന് 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 കഴിയുന്നവനാണ്. അറിയാഞ്ഞിട്ടല്ല, പെരുപ്പിക്കാൻ കിട്ടുമെന്ന് തോന്നാഞ്ഞിട്ടല്ല, പക്ഷേ അത് വഞ്ചനയാണെന്ന് കരുതിയിട്ട് മാറി നിൽക്കുകയാണ്.